8000 പേർക്കാണ് ആകെ ക്ഷണം. അതിൽ നമ്മുടെ അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള 7 രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരുണ്ട്. ഒപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ആളുകളും ഈ 8000 പേരിലുണ്ട്. കേരളത്തിൽ നിന്ന് 317 പേർക്കാണ് ക്ഷണമുള്ളത്. അതിൽ ഏതാണ്ട് 100-ലധികം പേർ BJP നേതാക്കളാണ്. മോഹൻലാലിനെ ഉൾപ്പെടെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ദിവിഷ് പറഞ്ഞ പോലെ ചില അസൗകര്യങ്ങളുള്ളതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും വളരെ പ്രധാനപ്പെട്ട കുറേ ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മണിയോടുകൂടിയേ വിജയ് ചോക്കിൽ ഇവരൊക്കെ എത്തിത്തുടങ്ങുകയുള്ളൂ. അതിനുശേഷം 7:15 ചടങ്ങുകൾ ആരംഭിക്കുക. 8 മണി വരെയാണ് ചടങ്ങ്. എങ്ങനെയായിരിക്കും ഈ ചടങ്ങ് എന്നത് സംബന്ധിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ബാലഗോപാലൻ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ചടങ്ങുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? 7:15 തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു നിര? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇൻവിറ്റേഷൻ ലെറ്ററിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ലഭിച്ച ഇൻവിറ്റേഷൻ ലെറ്ററിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് 5:30 നമ്മളവിടെ എത്തണമെന്നതാണ്. രാഷ്ട്രപതി ഭവനിൽ എത്തണം. തുടർന്ന് എത്തിയതിന് ശേഷം നമുക്ക് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. നിയുക്ത കേന്ദ്രമന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവർ 6 മണിക്കാണ് രാഷ്ട്രപതി ഭവനിൽ എത്തിച്ചേരേണ്ടത്. നിയുക്ത കേന്ദ്രമന്ത്രിമാർ എത്തുന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ വിവിധ രാഷ്ട്രതലവന്മാരൊക്കെ അവിടെ വരുന്നതായിരിക്കും. ഈ അയൽ രാജ്യങ്ങൾ, സാർക്ക് രാജ്യങ്ങളിൽ നിന്നൊക്കെ എത്തുന്നതായിരിക്കും. ഇതിന് ശേഷമാണ് നിയുക്ത പ്രധാനമന്ത്രി അവിടെ എത്തുന്നത്. പ്രധാനമന്ത്രി കൂടി എത്തിയതിന് ശേഷമാണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ഫോർകോർട്ടിലേക്ക് വരുന്നത്. അത് 7:10 രാഷ്ട്രപതിയുടെ ഇപ്പോഴത്തെ സമയമനുസരിച്ച് രാഷ്ട്രപതി ഭവനിൽ നിന്ന് രാഷ്ട്രപതി ഈ വരുന്നത്. തുടർന്ന് ജനഗണമന ഓടുകൂടി ഈ ചടങ്ങ് ആരംഭിക്കുന്നതായിരിക്കും. ഏതാണ്ട് 45 മിനിറ്റാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നീണ്ടു നിൽക്കുക എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, ഡൽഹിയിൽ ഇപ്പോൾ കടുത്ത ചൂടാണ്. ഈ നാട്ടിലെ കാലാവസ്ഥയായിട്ടൊന്നും ഇതിനെ കണക്കാക്കാൻ വേണ്ടി പറ്റില്ല. 7:15 ആകുമ്പോൾ പോലും ഈ സൂര്യൻ പൂർണ്ണമായും പോകില്ല. അപ്പോൾ സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ ചടങ്ങിൻ്റെ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കഴിയും. 8 മണിയോടുകൂടി ഈ മറ്റു മന്ത്രിമാരുടെയൊക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിയുന്നതായിരിക്കും. അതിനുശേഷം ഒരു അത്താഴ വിരുന്ന് ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പുതിയ മന്ത്രിമാർക്കും അതുപോലെ തന്നെ MP-മാർക്കും ഒക്കെ ഒരു അത്താഴ വിരുന്ന് ഈ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ അത്താഴ വിരുന്നാണ് ഇന്നത്തെ അവസാനത്തെ ചടങ്ങ് എന്നത്. കഴിഞ്ഞ 2 സർക്കാരുകളിലും, അതായത് 2014-ലും 2019-ലും, ഇപ്പോൾ അനൂപിനൊക്കെ ഏറ്റവും വലിയൊരു ആകാംക്ഷ സുരേഷ് ഗോപിയുടെ വകുപ്പ് എന്തായിരിക്കും അദ്ദേഹം എന്നുള്ളതല്ലേ. അത് അറിയണമെങ്കിൽ സ്വാഭാവികമായും ഈ അത്താഴ വിരുന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റൂ. 2014-ലും 2019-ലും ഏതാണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് ഈ മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ചുള്ള ശുപാർശ പോവുകയും രാഷ്ട്രപതി ഭവൻ അത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ അത്താഴ വിരുന്നും കൂടെ ഉള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായും പുതിയ മന്ത്രിമാരുടെ വകുപ്പ് അറിയാൻ നാളെ വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതാണ് ഇന്നിപ്പോൾ രാത്രി നടക്കാൻ പോകുന്ന ചടങ്ങുകൾ. അതിനുശേഷം ഇന്ന് ഈ അത്താഴ വിരുന്നിന്റെ സമയത്ത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷെയ്ഖ് ഹസീനയുമായി, ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായിട്ടൊരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. ഈ നദീജലവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ അതിൽ നടക്കാനും പോകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പല കൂടിക്കാഴ്ചകൾ, അതായത് ഒരു ഡിപ്ലോമാറ്റിക് തലത്തിലുള്ള കൂടിക്കാഴ്ചകൾ കൂടി ഈ ഇതിൻ്റെ ഇടയിൽ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഇന്നത്തെ ഈ വകുപ്പ് ഈ മന്ത്രിമാരെ സംബന്ധിച്ച് നേരത്തെ ബസന്ത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ 2ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ പൂർണ്ണമായും ഒരു കണ്ടിന്യൂറ്റി തന്നെയായിരിക്കും 3ാം നരേന്ദ്രമോദി സർക്കാരിൻ്റേത് എന്ന് വേണം നമുക്ക് കാണേണ്ടത്. കാരണം ഡോക്ടർ S. ജയശങ്കർ അദ്ദേഹം ഈ വിദേശകാര്യ മന്ത്രിയായിട്ട് തന്നെ അദ്ദേഹം മന്ത്രിസഭയിൽ 3ാം നരേന്ദ്രമോദി സർക്കാരിലും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വകുപ്പ് സ്വാഭാവികമായും വിദേശകാര്യ വകുപ്പായിരിക്കും. കാരണം 2ാം നരേന്ദ്രമോദി സർക്കാരിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച മന്ത്രിമാരിൽ ഒരാൾ എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ വകുപ്പിൽ നിന്നും കാര്യമായ തോതിലുള്ളൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. അമിത്ഷായുടെയും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗിൻ്റെയും കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കില്ല. പക്ഷേ ധനകാര്യമന്ത്രി ആരായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള ഒരു ആകാംക്ഷ ഇപ്പോഴും ഗഡ്കരിക്ക് കുറച്ചുകൂടി പരിഗണന കൊടുക്കണം എന്നൊക്കെയുള്ള ആവശ്യം. ഗഡ്കരിക്ക് മാത്രമല്ല, ശിവരാജ് സിംഗ് ചൗഹാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചു വന്ന ഒരു നേതാവ്. അതുമാത്രമല്ല, ദീർഘകാലം ഒരു മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി. ശിവരാജ് സിംഗ് ചൗഹാനെ ഏത് തരത്തിലായിരിക്കും ഇവർ പ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഇതാണ്. പക്ഷേ അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ, ഘടകകക്ഷികളുടെ വകുപ്പും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്രയൊക്കെ വളരെ തലയെടുപ്പുള്ള നേതാക്കളെ ഇപ്പോൾ BJP മന്ത്രിമാരായി വരുമ്പോൾ സുപ്രധാനമായ വകുപ്പുകളൊക്കെ എത്രത്തോളം BJPക്ക് ഈ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി കഴിയുമെന്നതൊരു ചോദ്യചിഹ്നമാണ്. HD കുമാരസ്വാമി അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിയായിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിന് കൃഷിയായിരുന്നു അദ്ദേഹം ചോദിച്ചിരുന്നത്. പക്ഷേ കൃഷിയൊക്കെ നിലവിലെ സാഹചര്യത്തിൽ കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് ചൈനയും പാകിസ്ഥാനും ഒഴികെയുള്ള ഇന്ത്യയുടെ സമീപത്തുള്ള അയൽ രാജ്യങ്ങളെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. പ്രശ്നം നിലനിൽക്കുന്ന സ്ഥലം
പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു. അവിടെ സൗഹൃദമില്ല എന്ന് മൂന്നാം NDA സർക്കാരും പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് ഇന്ന് ഡൽഹിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ദിവേഷ്, ശരി, അനൂപും ബാലഗോപാലുമാണ് വിശദമാക്കിയത്.